ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ OTT പ്ലാറ്റ്ഫോംസിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് തപ്പുമായിരുന്നു. മലയാളത്തിൽ നിന്നല്ല, എല്ലാ ലാംഗ്വേജിലും തപ്പുമായിരുന്നു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രൈം ത്രില്ലേഴ്സ്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒക്കെ ഒന്ന് കാണാൻ. ഭയങ്കരമായിട്ട് നമ്മളെ ത്രില്ലടിച്ച് അവസാനം ആരാണ് ആ മേർഡറർ എന്നൊക്കെ അറിയാനുള്ളൊരു ഇതുണ്ടാവുമല്ലോ, എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഒരു സിനിമ അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ആകസ്മികമായിട്ട് നമ്മുടെ പ്രൈം വീഡിയോയിൽ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്നൊരു മൂവി, ഷാജോണാണ് അതിൽ നായകനായിട്ടുള്ളത്. സനൂപ് സത്യൻ ഡയറക്റ്റ് ചെയ്തിട്ട് ആൾ തന്നെയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അനീഷ് വി ശിവദാസും സനൂപ് സത്യനും ഇവർ രണ്ടുപേരാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സിനിമ ഞാനത് കണ്ടു. ആക്ച്വലി അത് 4 മാസം മുന്നേ തിയേറ്ററിൽ റിലീസായിരുന്ന സിനിമയായിരുന്നു. പിന്നീട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ എന്തുകൊണ്ടോ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സിനിമ. അത്ര എന്താ പറയുക, ശ്രദ്ധിക്കാതെ പോയൊരു സിനിമയായിപ്പോയി എനിക്ക് പേഴ്സണലി. പക്ഷേ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുള്ളൊരു സിനിമയാണത്. എനിക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ച്വലി എന്താ പറയുക, ഡീസൻറ്റ് ത്രില്ലറായിരുന്നു. ഷാജോണിനെ കൂടാതെ ബൈജു സന്തോഷ്, അനുമോള്, നമ്മുടെ സുധീർ കരമന, ഇങ്ങനെയുള്ള ആക്ടേഴ്സാണ് അതിനകത്തുള്ളത്. അസീസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡീസൻറ്റ് ത്രില്ലർ. നമ്മൾ പണ്ട് ജോസഫൊക്കെ ഇറങ്ങിയ സമയത്ത്, ഞാൻ അത് ജോസഫായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിനിമകളൊന്നുമില്ല. ജോസഫ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയുക കുറേ കൂടി പിടിച്ചിരുത്താനൊരു ഇത് തോന്നിയിട്ട്, ഇതങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ഡീസൻറ്റ് ത്രില്ലർ ആ ഒരു ലെവലിലേക്കാണ് എനിക്കിത് കണക്കാക്കാൻ പറ്റുന്നത്. നമ്മൾ എന്താ പറയുക, പണ്ടൊക്കെ ഒരുപാട് ഇതേപോലത്തെ സിനിമകൾ, ഒരു ലോ ബഡ്ജറ്റ് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലോ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഇങ്ങനെ ത്രില്ലർ സിനിമകളില്ലേ, ആ വിഭാഗത്തിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു മനോഹരമായ സിനിമ. ഒട്ടും നമ്മളെ നിരാശപ്പെടുത്തില്ല കണ്ടു കഴിഞ്ഞാൽ. പണ്ടത്തെ ത്രില്ലേഴ്സിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഒരു സാധാ സിനിമ. നമുക്ക് കുറ്റവാളി ആരാന്നൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ കൂടെ നമ്മളങ്ങനെ ട്രാവൽ ചെയ്തു പോകും. അങ്ങനെ ഒരു തരത്തിലൊരു സിനിമ തന്നെയായിരുന്നു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഷാജോണിൻ്റെ കഥാപാത്രം റിട്ടയർഡ് SI ആണ്. അതിനുശേഷം ആൾ ഭയങ്കരമായിട്ട് വർക്ക് ഹോളിക്കാണ്. റിട്ടയർഡ് ആയ ശേഷവും അദ്ദേഹത്തിന് ഈ ഒരു ജോലിയോടുള്ള ആ ഒരു ആത്മാർത്ഥതയും, ആൾ ഇത്രയും വർഷം 10-30 വർഷം വർക്ക് ചെയ്തതല്ലേ, അപ്പോൾ ആ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ ഒന്നും വിട്ടുമാറുന്നില്ല. സാധാരണ നമ്മൾ റിട്ടയർഡായി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എൻജോയ് ചെയ്തിരിക്കുക എന്നുള്ളൊരു കൂട്ടത്തിൽ പെടുന്ന ഒരാളല്ല ഇതിലെ രാമചന്ദ്രൻ എന്നുള്ള ക്യാരക്ടർ. ബൈജു സന്തോഷ് ആളുടെ ഫ്രണ്ടാണ്. അതിനുശേഷം അവരൊരു CID നമ്മുടെ എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു കേസ് എത്തുന്നു, അത് അന്വേഷിക്കുന്നതുമായിട്ടാണ് സബ്ജക്റ്റ് പോകുന്നത്. ആ ഒരു സബ്ജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ പല തടസ്സങ്ങൾ അദ്ദേഹത്തെ നേരിടുന്നുണ്ട്. കാര്യം, യൂണിഫോം ഇല്ലാത്തൊരു പോലീസുകാരൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, ലിമിറ്റേഷൻസ് അതിലെടുത്ത് കാണിക്കുന്നുണ്ട്. കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരുടെ അവഗണനയും പരിഹാസവും ഒക്കെ അദ്ദേഹം നേരിടുന്നുണ്ട്. ഫൈനലി അദ്ദേഹം കേസ് തെളിയിക്കുന്നതായിട്ടൊരു കഥയാണ്. ഒരു കുഞ്ഞു സ്റ്റോറിയാണ്, വലിയ സസ്പെൻസ് ഉണ്ട്, വലിയ മാരകമായ ട്വിസ്റ്റ് ഉണ്ട് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ കണ്ടിരിക്കാവുന്ന വളരെ മനോഹരമായൊരു സിനിമ തന്നെയാണ്. നിങ്ങളെന്തായാലും OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് കാണുക, കണ്ടു നോക്കുക. എന്തായാലും ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയും നല്ലൊരു മികച്ചൊരു സിനിമ തന്നെയാണ് CID രാമചന്ദ്രൻ റിട്ടയർഡ് SI.